ഫിയർ ഗോഡ്, ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്. ദിസ് ഈസ് ദ ഹോൾ ഡ്യൂട്ടി ഓഫ് മാൻ. നമുക്കൊരു ന്യായം വിധിക്കുന്ന ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്ത സഭാപ്രസംഗി 12-ാം അധ്യായം. ഈ പുസ്തകം സോളമൻ രാജാവ് 1000 BC-യിലാണ് എഴുതിയത്. ആദ്യത്തെ വാക്യം, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. സോളമൻ അറിയാമായിരുന്നു യൗവനകാലത്ത് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ജോലി, നമ്മുടെ ജോബ്, നമ്മുടെ കരിയർ, പ്രൊഫഷൻ, ഇതൊക്കെയാണ്. നിത്യദൈവത്തെക്കുറിച്ച് 2-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. അത് നാച്ചുറൽ ആണ്, പക്ഷേ ഖേദകരമാണ്. യൗവനത്തിൽ നമ്മുടെ ശക്തി, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ഊർജം ഏറ്റവും ആദ്യമാണ്. നമ്മുടെ ബെസ്റ്റും നമ്മുടെ ഫസ്റ്റും നമ്മുടെ സൃഷ്ടാവാം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം 7-ാം വാക്യത്തിലുണ്ട്. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. ഏദൻ പൂങ്കാവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ പൊടിയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം ആത്മാവ് ഊതി മനുഷ്യർ ജീവിക്കുന്ന സൃഷ്ടിയായി മാറി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പ്ലാനും പർപ്പസും ആയിട്ടാണ്. 3-6 നല്ല ഒരു പോയറ്റിക് എക്സ്പ്രഷനാണ് മനുഷ്യൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അല്ലെങ്കിൽ അവസാന കാലങ്ങൾ. വീട്ടു കാവൽക്കാർ വിറയ്ക്കും. വീടെന്ന് വെച്ചാൽ ഈ ശരീരം, കാവൽക്കാർ കൈയും കാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങും. ബലവാന്മാർ കുനിയും. മീൻസ് മുമ്പേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നടന്ന, ഇന്ന് നമുക്ക് കൂനായി. അരയ്ക്കുന്നവർ ചുരുക്കം. എന്നുവെച്ചാൽ നമ്മുടെ പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോയി. തെരുവിലെ കാതുകൾ അടയും. കേൾവി വാതിൽ കൂടെ നോക്കുന്നവർ അന്ത്യം. മീൻസ് കണ്ണിൻ്റെ ശക്തി, ചെവിയുടെ കേൾവി എല്ലാം കുറഞ്ഞു വരും. അരയ്ക്കുന്ന ശബ്ദം മന്ദമായി. എല്ലാത്തിൻ്റെയും പ്രവൃത്തി കുറഞ്ഞു വരും. പക്ഷികളുടെ ശബ്ദം മീൻസ് ഉറക്കം കുറവാ. നമ്മൾ ഇച്ചിരി ശബ്ദം വരുമ്പോഴേ നമ്മളങ്ങ് എഴുന്നേക്കും. തുള്ളൻ എറിഞ്ഞ് നടക്കും. എന്നുവെച്ചാൽ നമ്മുടെ വാക്കിംഗ് സ്പീഡ് വരെ ഇപ്പം കുറഞ്ഞു പോയി. വെള്ളി ചക്രം, പൊൻകിണ്ണം മീൻസ് സിൽവർ കോഡ്, നമ്മുടെ ആ സ്പൈനൽ കോഡ് അതെല്ലാം ലൂസാവും. സ്കൾ, നമ്മുടെ ബ്രെയിൻ, എല്ലാത്തിനും പ്രവൃത്തി കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവസാനം കിണറ്റിലെ ചക്രം തകരും. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവൃത്തി ലാസ്റ്റിൽ സ്റ്റോപ്പാവും. അങ്ങനെ മരണം സംഭവിക്കും. മരിച്ചു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കുകയാണെങ്കിൽ നിത്യ സ്വർഗത്തിലായിരിക്കും, അല്ല നമ്മൾ നിത്യ നരകം. ഈ അധ്യായത്തിന് 12:12 എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. സോളമൻ യൗവന തലമുറയോട് പറയുകയാണ്, സത്യത്തിന്റെ വാക്കുകളെ തള്ളിക്കളയരുത്. അവസാനത്തെ പ്രസ്താവന, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന അനുസരിക്കുക, അതാകുന്നത് വേണ്ടത്. ഫിയർ ഗോഡ്, ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്. ദിസ് ഈസ് ദ ഹോൾ ഡ്യൂട്ടി ഓഫ് മാൻ. നമുക്കൊരു ന്യായം വിധിക്കുന്ന ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെങ്കിൽ അത് നിൽക്കും, അല്ല ബാക്കി കത്തിച്ചാമ്പലാം. ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് ആ ദിവസത്തെ ഒരുങ്ങി കാത്ത് ഇരിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.